എസ്റ്റേറ്റുകാരനായ രാജേഷിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം നടത്തിയതിൽ കുറ്റക്കാരനായ മന്ത്രി ധനകോടി പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വഴിമാറുകയാണ്. ഈ യോഗയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഈ പേപ്പർ വായിച്ചായിരുന്നു? CBI അല്ലേ FBI വന്നാലും നോക്കാന്ന് വീമ്പിളക്കിയതല്ലേ? എന്നിട്ട് പ്രസ് മീറ്റിൽ വാ തുറന്നിട്ടില്ലല്ലോ. അവർ തോന്നിയതൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുക. കണക്കുകൂട്ടലൊക്കെ ശരിയായിരുന്നു. ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല. അയ്യോടാ, ആ രാജേഷിനെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച കയറ് മഞ്ഞയല്ലായിരുന്നു. ഈ സമയത്താണോ കയറ് പച്ചയാണോ മഞ്ഞയാണോ? സ്വാമിയോട് എന്തൊക്കെയാ പറയുന്നത്? പോട്ടെ മകളെ, വിട്ടേക്ക്. ഇതിനും പരിഹാരമുണ്ട്. ഒരു യാഗം നടത്തിയാൽ എല്ലാം നമ്മുടെ കൺട്രോളിൽ വരും. അത് മാത്രമല്ല, നിങ്ങൾ ആരാണ്? അഗ്നിക്കിരയായാലും സൂചിപ്പിക്കണ്ട. സാറേ, ഞാൻ ആ മറ്റേ സ്വാമിയോട് വരാൻ പറയട്ടെ? ഏത് സ്വാമി? മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, TV-യിൽ വിദ്യ കാണിക്കുന്ന സ്വാമിയുടെ. ചൊറിഞ്ഞേറി വരുന്നുണ്ട്. എല്ലാം കള്ളന്മാരാ. ആരാണത്? അത് കാശ്മോറ എന്ന് പറഞ്ഞ TV-യിലൊക്കെ വരില്ലേ? നമ്മുടെ കാശ്മീര സ്വാമി. അതെ അതെ സാറേ, കാശ്മീര സ്വാമി എനിക്ക് നന്നായിട്ട് അറിയാം. സൂപ്പർ സ്വാമിയാ. വിശ്വസിച്ച് അയാളെ വിളിക്കാം. ഒരു പ്രാവശ്യം കണ്ട സാറ് പിന്നെ അയാളെ വിടില്ല. बृहस्पति सहिष्महे सुराजाय धीमहि सन्नो गुरु. പ്രചോദയാഹ. കണ്ടു ഞാൻ, സംതൃപ്തനായി. ഇത് മതി. 9 ഗ്രഹങ്ങളും ഒരുമിച്ച് വന്ന് എന്നെ അനുഗ്രഹിച്ചതുപോലെയുണ്ട് ഈ സമയം. സ്വാമി, ഒരു സെൽഫി എടുത്തോടെ ഞാൻ അങ്ങയുടെ കൂടെ FB-യിൽ പോസ്റ്റ് ചെയ്യാനാ. എടുത്തോളൂ. ഒന്നും മനസ്സിലാകുന്നില്ല സാറേ. സ്വാമി, അങ്ങയുടെ കൈന്റെ തോളത്തൊന്നിടാമോ? ഒന്ന് ചിരിക്കു സ്വാമി. വിളിക്കണോ? സ്വാമി, ഒന്നിഞ്ഞു വന്നേ. സ്വാമി, ഞാൻ അങ്ങയെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാമി ഇങ്ങനെ സെൽഫി ഒക്കെ നിൽക്കാതെ ഒന്ന് ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കേ. സാർ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നു. പറയണം. അത് വേറൊന്നുമല്ല സ്വാമി. കുറച്ചു നാളായിട്ട് വീട്ടിലായാലും പുറത്തായാലും എന്തോ ഒരു ഡിസ്റ്റർബൻസ്. എന്തിൽ തൊട്ടാലും അതെന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹമുള്ളടുത്ത് ഒരു ദുഷ്ടശക്തിയും അടുക്കാൻ സാധ്യതയില്ല. ക്ഷമിക്കണം എന്നോട്. ഇദ്ദേഹം ഉള്ളപ്പോൾ ഞാനിതിൽ ഇടപെടില്ല. ഞാൻ വെറും നന്ദിയാണ്. അദ്ദേഹമാണ് മൂലസ്ഥാനം. അദ്ദേഹത്തെ കണ്ടിട്ട് വരുന്ന വഴിയിൽ വേണമെങ്കിൽ എന്നെ കണ്ടോളൂ. ശരി ശരി. എന്ന് ഞാനങ്ങോട്ട് ഗുരുവെ പ്രണാമം. സ്വാമി, പ്രശ്നമുണ്ട്. ഇവിടെ പ്രശ്നമുണ്ട്. ഇന്ന് പൂരാട നക്ഷത്രമാണ്. ഉത്രാടത്തിന്റെ അന്ന്. ബുധനാഴ്ച എന്ന് പറയട്ടെ. നല്ല പോലെ ചെയ്തു തരണം. ഇനി 2 ദിവസം എടുത്തു കളയാം. 2 ദിവസം കഴിഞ്ഞെടുക്കാൻ പോവാന്ന് പറയുമ്പോ അപ്പോൾ ഈ 2 ദിവസത്തിനകം എന്തോ വെക്കാൻ പോവാണെന്നർത്ഥം. ഇന്നൊരാള് പോലും ഉറങ്ങാൻ പാടില്ല. നമ്മുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ വെക്കുമെന്ന് നമുക്ക് കാണാം.
ഇവൻ എടുക്കുന്നു ഒന്ന് കാണാല്ലേ? വെച്ചാലല്ലേ എടുക്കാൻ കഴിയൂ. അയ്യോ 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 അയ്യോ. എങ്ങോട്ടാണ് അവൻ ഈ പരവേശം എടുത്ത് ഓടുന്നത്? സിഗ്നല് കിട്ടിയില്ല അവന്. എന്താ പ്രേതം വന്ന സിഗ്നല് കാണിച്ചു തരുവോ? सुलेमान सेठ कैसे हो? क्या खबर है? हाँ? कौन? किधर? हाँ हाँ सूल सूल क्या सूल? എന്താടാ ഇവനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാമി ഏതോ ഹിന്ദു പ്രേതത്തിനോട് സംസാരിക്കുക. ഹോ സൂൽ സൂലം. ശൂലം ഒരിടത്തിൽ പെട്ടുപോയെന്നോ? തെറ്റിപ്പോയല്ലോ. തെറ്റോ? അതെ, ഗാഡി ഗാഡി ബെൻസുകാരനെ ചൂണ്ടിയാണല്ലോ പറയുന്ന ആ ഗാഡി വാഹനം. അവൻ ഏത് വാഹനം വേണേലും പറയട്ടെ. എന്നാ നമ്മളെ മറികടന്ന് എങ്ങനാടാ? ഞങ്ങൾ വെച്ചിട്ടുണ്ടേ വൈറ്റ് കളർ ബെൻസ് 555 നമ്പർ. എന്തോന്നിത് 3 പെൻസ് വെള്ളയാണല്ലോ. എല്ലാ നമ്പറും 555 ആണല്ലോ. സ്വാമിക്ക് കിട്ടേണ്ട പണി എനിക്കാണോടെ കിട്ടിയത്? സാർ എന്താ സേട്ട് കേക്കണല്ലോ സേട്ട്? സീരിയൽ നമ്പർ 23 ഏരിയ അല്ല, സീരിയൽ നമ്പർ 11 ഇത് ഇവിടെ അല്ല, ഇത് തന്നെ. തിണ്ടിപ്പരിശകള്. ഞാനെന്താ അത്ര വിത്ര തവളച്ച് കളിക്കാന്ന് വിചാരിച്ച? സ്വാമി, ഒരു ഗ്യാപ്പ് തന്നാലേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഒളിച്ചതാണോ അതവൻ ഓടിപ്പോയതാണോ? കാശ്മീര, നിന്നെ നീ തന്നെ രക്ഷിക്കണോടാ. സേട്ട് കോയി ബാത് നഹി, നല്ലപോലെ ആലോചിച്ച് പറയണം, നമ്മുടെ പേര് നശിപ്പിക്കരുത്. കോൺഫിഡന്റ് ആണല്ലോ. നീ ആരോടാ എന്നോട് പറഞ്ഞുതരാൻ? നീ തന്നെ പറയുന്നോ? പറയടാ, പറയടാ, എന്നോട് എന്നോട് പറ. ചോദിക്കുന്ന കേട്ടില്ലേ? പറയേ, എന്നോട് പറയേ. അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നറിയോ? നിന്നോട് ദേഷ്യമുണ്ട്, പക്ഷെ അയ്യോ സാറേ, സ്വാമിയുടെ കാര്യം ചെക്ക് ചെയ്തേ. സേട്ടേ, നീ പോയി നോക്ക്. എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാ സംഭവിച്ചോ? ആ കാറായിരുന്നു. ജസ്റ്റ് മിസ്ഡ് കാശ്മീര. തെറ്റിപ്പോയോ? കണ്ടോ? നീ കണ്ടല്ലോ അല്ലേ? സാറേ ഇവിടെ ഉണ്ട് സാറേ. ഈ രൂപം ഉടനെ ഭസ്മമാക്കണം, കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്കണം. സ്വാമി, എങ്ങനെയാ ഈ സ്വാമിയുടെ കാറില്? അടിവേര് പിഴുതാൻ മരം നിലനിൽക്കുമോ? ഈ വീടിന്റെ അടിത്തറ സ്വാമിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വെച്ചത്. സ്വാമി അറിയാതെ അദ്ദേഹത്തിന്റെ വണ്ടിയില്? ഉച്ചവെയിലത്ത് നമ്മുടെ നിഴലിനെ നമുക്ക് കാണാൻ സാധിക്കാറില്ല. വിശ്രമിക്കേണ്ട സമയത്ത് സ്വാമി ഇങ്ങനെ നടക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനും അപ്പുറത്തേക്കൊക്കെ സ്വാമി, അവൻ വന്നിട്ടല്ല വെച്ചത്, വെച്ചിട്ടാ വന്നിരിക്കുന്നത്. ഹലോ സാറേ, ഇന്ന് വിധി പറഞ്ഞായിരുന്നു കേട്ടോ. രാജേഷ് കൊലക്കേസിൽ നിന്ന് സാറിനെ കോടതി വെറുതെ വിട്ടു.
കള്ളത്താരം കാട്ടിടും കണ്ണിൽ കാണും നേരവും കയ്യും മെയ്യും ഒരുമിച്ചയ്യോ കാപട്യം കൊണ്ടാടിടും തരികിട തരികിട ആത്മാവിവിടെ തകതിമി തകതിമി കളിയാടും അടിമകൾ ഇവിടെ തൊഴുകയോടെ തലവെച്ചു കൊടുക്കും പിന്നെയും ഇവിടെ സ്വാമി ഗിന്നസ് എടുക്കാൻ പോകുന്ന വേദിയില് സ്വാമിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ. മാത്രമല്ല 1000 പ്രേതങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് പോകാമായിരുന്നു. ഉടനെ പുറപ്പെടാൻ പാടില്ല. ആത്മാക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് മതിയല്ല. ആ ശരി. അപ്പോഴേ നല്ല കവറേജ് കിട്ടൂ. കാശ്മോര സ്വാമിയുടെ വളർച്ചയ്ക്ക് നമ്മളാണ് കാരണക്കാരന് ന്യൂസ് വരണം. ന്യൂസ് വരും സാർ. കാശ്മോര സ്വാമിയുടെ ഗിന്നസ് റെക്കോർഡില് എന്റെ ഫോട്ടോ വേണം. ഉണ്ടാവും സാർ. മുന്നോട്ട് പോയത് കണ്ടു ഗ്രഹിക്കും ചെയ്യാത്തവയോ ചൊല്ലി ഭരിക്കും അറിഞ്ഞത് കനവത് പറഞ്ഞത് നിരവധി ശരിയത് ഗ്രഹനില അറിയാം ജഗദമ്മ മോക്ഷം കിട്ടാൻ ഓടണ പടയാ ജാതകം അവിടെ അതിനെന്തിനു പടയാ ഓലം കെട്ടാൻ എന്തൊരു ചാട ആശയം ദോശയും